ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ കാലത്തെ ചർച്ചകൾക്കും പ്ലാനിങ്ങൾക്കും ഒക്കെ ഒടുവിലായിട്ട് നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ പോകുന്നത് കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷനിലേക്കാണ്. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇഷ ഫൗണ്ടേഷനിലുള്ള സ്റ്റേയെക്കുറിച്ചും അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൂടി യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ 5:20 ട്രെയിനിനാണ് കോഴിക്കോട് നിന്ന് പോകുന്നത്. ഈ ട്രെയിൻ ഏകദേശം ഒരു 11 മണി 11:15 കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തും. ലൈഫിൽ ഇങ്ങനെ കുറേ കാരണം കൊണ്ട് ബിസിയായി ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ചെറിയ നിമിഷങ്ങൾ അത് വളരെ റീഫ്രഷിംഗ് ആയിരിക്കും. ഇങ്ങനെയുള്ള ചെറിയ യാത്രകൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് ശരിക്കും നല്ലൊരു ഫീലാണ്. ഇനി ഈ യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ ഇഷ ഫൗണ്ടേഷനിൽ എങ്ങനെയാണ് സ്റ്റേ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇഷ ഫൗണ്ടേഷൻ്റെ തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മളവിടെ സ്റ്റേ ബുക്ക് ചെയ്യുന്നത്. അതിനിപ്പം പോകുന്നതിൻ്റെ തലേ ദിവസം ബുക്ക് ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ അത് സ്റ്റേ അവൈലബിൾ ആവണമെന്നില്ല. നമ്മൾ പോകാൻ തീരുമാനിക്കുന്ന ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു 2-3 വീക്സ് മുൻപെങ്കിലും നമ്മൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട്. കുറേ കോട്ടേജസ് അവൈലബിൾ ആണ്. ഓരോ കോട്ടേജസിനും ഓരോ പേരുണ്ട്. അത് ഇഷ ഫൗണ്ടേഷനിൽ നിന്ന് എത്ര ദൂരെയാണുള്ളതെന്നൊക്കെ വ്യക്തമായിട്ട് വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മളത് ബുക്ക് ചെയ്യണം. ഞാനിവിടെ വെബ്സൈറ്റിൽ എൻ്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്യാം. ഞാൻ വെബ്സൈറ്റിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ കോട്ടേജസിൻ്റെ പേര്. ഏത് ടൈപ്പ് കോട്ടേജസ് വേണമെങ്കിലും അവൈലബിൾ ആണ്. നമ്മളത് നോക്കിയിട്ട് ബുക്ക് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ബുക്ക് ചെയ്തത് ശിവപദം ആണ്. ശിവപദം ഏകദേശം ഒരു 30 മിനിറ്റ്സ് വാക്കാണ് ഫൗണ്ടേഷന് വരുന്നത്. ബുക്ക് ചെയ്ത ശേഷം അവരുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് കിട്ടും. ആ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചിട്ട് വേണം നമ്മളവിടെ കയറാനായിട്ട്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇഷയിലേക്കുള്ള ബസ് കിട്ടും. പക്ഷേ ആ ബസ് കയറി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഏകദേശം 1 അവർ ട്രാവൽ ഉണ്ട് ഇഷയിലേക്ക്. അപ്പോൾ അത്രയും നേരം നമ്മൾ നിന്നിട്ട് പോകേണ്ടി വരും. നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിൽ നിന്ന് തന്നെ ഗാന്ധിപുരത്തേക്ക് ബസ് കിട്ടും. എന്നിട്ട് ഗാന്ധിപുരത്ത് നിന്നാണ് നമ്മൾ ഇഷയിലേക്കുള്ള ബസ് കയറിയത്. ഗാന്ധിപുരത്ത് എത്തിയപ്പോഴേക്കും ഞങ്ങൾ ആകെ വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു ഹോട്ടലിലാണ് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ എപ്പോഴും പണ്ടൊക്കെ അവിടെ നിന്നാണ് കഴിക്കാറുണ്ടായിരുന്നത്. മലബാർ ഹോട്ടൽ നല്ല ഫുഡാണ്. നിങ്ങൾ ഗാന്ധിപുരമൊക്കെ പോവുകയാണെങ്കിൽ ഈ ഹോട്ടലിലെ ഫുഡൊന്ന് ട്രൈ ചെയ്യണം. മലയാളീസിൻ്റെ ഹോട്ടലാണ്, നല്ല ഫുഡാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ 14D ബസ്സിലാണ് ഇഷ ഫൗണ്ടേഷനിലേക്ക് പോകുന്നത്. ഏകദേശം 1 അവർ ട്രാവൽ ഉണ്ട്. നല്ല ചൂടായിരുന്നു. എന്തായാലും നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ ഇഷ ഫൗണ്ടേഷനിലെത്തി. റോഡിൻ്റെ 2 സൈഡായിട്ടാണ് ഇവരുടെ ഈ പ്രോപ്പർട്ടീസ് ഉള്ളത്. ഒരു സൈഡിൽ ആദിയോഗിയുടെ സ്റ്റാച്യൂയും അടുത്ത സൈഡിലാണ് സ്റ്റേയും ബാക്കി കാര്യങ്ങൾ അമ്പലമൊക്കെ ഉള്ളത്. ആദ്യം നമ്മൾ അവിടുന്ന് ലഗേജൊക്കെ അവിടുന്ന് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ ഉള്ളോട്ടേക്ക് കടത്തി വിടും. ഈ ഓപ്പോസിറ്റ് വരുന്ന ഗേറ്റിലൂടെ വേണം ഉള്ളോട്ടേക്ക് കടക്കാനായിട്ട്. ഇവിടെ വിസിറ്റിന് വരുന്ന ആൾക്കാർക്ക് ഇതിനുള്ളിലേക്ക് ഫോണൊന്നും അലൗഡ് അല്ല. പക്ഷേ നമ്മളിവിടെ സ്റ്റേ ആയതുകൊണ്ട് മാത്രമാണ് ഫോൺ അലൗഡ് ഉള്ളത്. പിന്നെ അവിടുത്തെ വെൽക്കം പോയിന്റ് പോയ ശേഷം നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. ഒരു ടാഗ് അവർ കയ്യിൽ കെട്ടിത്തരും. അതിനുശേഷം നമ്മൾ നേരെ അവരുടെ വണ്ടിയിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും അവരുടെ കോട്ടേജസിലൊക്കെ അവിടുന്ന് വെഹിക്കിൾ അവൈലബിൾ ആണ്. ആ വെഹിക്കിളിൽ നമ്മൾ കോട്ടേജിലെത്തും. ഞങ്ങൾ ബുക്ക് ചെയ്തത് ശിവപദമാണ്. അത് വെൽക്കം പോയിൻ്റിൽ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ്സിൻ്റെ വാക്ക് ഉണ്ട്. പക്ഷേ നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ വെഹിക്കിളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സമയത്തും വെഹിക്കിൾ അവൈലബിൾ ആണ്. ഇവിടെ നല്ലൊരു പ്ലേസാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്തത്. കൂടെ വന്ന ഫ്രണ്ട്സിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഈ പ്ലേസ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ഇവിടെ എല്ലാ സ്ഥലങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഫുഡ് അവൈലബിൾ ആണ്. 2 സമയത്ത് നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, പിന്നെ ലഞ്ച് അത് 2 ടൈമിൽ നമുക്ക് അതിന് ടൈംസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3 ടൈമിലായിട്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോട്ടേജ് വരുന്നത്. ഇതിൻ്റെ 3rd ഫ്ലോറിലാണ് നമ്മുടെ റൂം ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം നല്ല നീറ്റാണ്. 2 ബെഡുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, പിന്നെ ബാത്റൂമൊക്കെ നല്ല നീറ്റാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഈ ഒരു പൈസയ്ക്ക് ഇത് ഭയങ്കര വർത്തായിട്ടാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂവും ഭയങ്കര സൂപ്പറാണ്. പുറത്ത് നല്ല തോട്ടങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾ ഇവിടെ എത്തി പെട്ടെന്ന് ഫ്രഷ് ആയ ശേഷം, കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 4 മണി 5 മണി ആ സമയമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കുറേ വീഡിയോ എടുക്കലും അങ്ങനെ ഓരോ കാരണം കൊണ്ട് ലേറ്റായി. 7 മണിക്കാണ് അവിടെ ലൈറ്റ് ഷോ തുടങ്ങുന്നത്. ആ സമയമാകുമ്പോൾ നമുക്ക് വേഗം അവിടെ എത്തേണ്ടതുണ്ട്. സോ നമ്മൾ വേഗം ഫ്രഷ് ആയിട്ട് ലൈറ്റ് ഷോ കാണാനായിട്ട് ഇറങ്ങി. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ലൈറ്റ് ഷോയുടെ അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ ലൈറ്റ് ഷോ തുടങ്ങുന്ന കറക്റ്റ് ടൈമിലാണ് അവിടെ എത്തിയത്. നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ ആ സമയമായപ്പോഴേക്ക് ഏകദേശം നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തു. ഈ ലൈറ്റ് ഷോ എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട ഒരു ലൈറ്റ് ഷോ തന്നെയാണ്.
ശരിക്കും സൂപ്പറാണ്. ഇതിങ്ങനെ കണ്ടിരിക്കാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് 7 to 7:15 ആകെ 15 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കണ്ട ശേഷം നമ്മൾ നേരെ അവിടെ പോയിട്ട് ഡിന്നർ കഴിച്ചു. അവരുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് ഫുഡാണ്, ഹെൽത്തി ഫുഡാണ്. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സൊന്നും അധികം കഴിച്ചില്ല, നമ്മളൊന്നും അധികം കഴിച്ചില്ല. പക്ഷേ അവരുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ഹോട്ടൽസൊന്നും അവൈലബിൾ അല്ല. സോ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഈ ഫൗണ്ടേഷനോട് ചേർന്നിട്ട് തന്നെ അവിടെ ഹോട്ടൽസ് ഉണ്ട്, അവിടുന്ന് കഴിക്കണം. ഉള്ളിൽ കയറി അങ്ങനെ അത്ര നല്ലതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഡേ ആണ് ബാക്കി എല്ലാ സ്ഥലവും അവിടെ വിസിറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ ഫുള്ളായിട്ട് വിസിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു ഉച്ചയാകുമ്പോഴേക്ക് നമ്മളവിടെ ചെക്കൗട്ട് ചെയ്യണം. സോ അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെയൊക്കെ ഫുള്ളൊന്ന് വിസിറ്റ് ചെയ്തു, എല്ലാ പ്ലേസും കണ്ടു. നല്ല രസമാണ്. ഈ മലയുടെ താഴെ ആയത് കാരണം നിറയെ മയിലുകളും പിന്നെ ഇവിടുത്തെ ഓരോ അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഭൈരവിയുടെ ഒരു ടെമ്പിളുണ്ട്, അതുപോലെ ധ്യാൻ കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ യോഗ ക്ലാസ്സസൊക്കെ പഠിക്കാൻ പറ്റും. ഇവിടെ ഒന്നും ശരിക്കും വീഡിയോ അലൗഡ് അല്ല. പക്ഷേ നമ്മളിങ്ങനെ മെല്ലെ ഇത് പിന്നെ കിട്ടില്ലല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ്. അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, കണ്ടിട്ടുണ്ട് പക്ഷേ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ ചന്ദ്രകുണ്ട്, ധ്യാൻലിംഗ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കാണാനായിട്ട്. നമ്മളെല്ലാ സ്ഥലവും നന്നായിട്ട് നടന്ന് കണ്ടിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഇത് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വിസിറ്റ് ചെയ്തിട്ട്. പോരാൻ തോന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മളെ ട്രെയിനിൻ്റെ സമയം വീട്ടിലെത്തിയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. നിങ്ങൾ എന്തായാലും ഈ പ്ലേസ് ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഈ പ്ലേസ് ഇഷ്ടപ്പെട്ടു. അത്രയും കാമാണ്. ഇങ്ങനെ കാമായിട്ട് 1-2 ദിവസമൊക്കെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് നിൽക്കാവുന്നതാണ്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.